തൊഴിലാളികളുടെ അഭാവം മൂലം ഇടുക്കിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ പോയതാണ് നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയായത്. ഇടുക്കിയിൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടരുന്നു. ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ വോട്ടെടുപ്പിനായി നാട്ടിലേക്ക് മടങ്ങിയതോടെയാണ് സ്ഥിതി ഗുരുതരമായത്. തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും മന്ദഗതിയിലായി. ചില സ്ഥലങ്ങളിൽ പണികൾ പൂർണ്ണമായി നിർത്തി. ചെറിയ നിർമ്മാണങ്ങൾ മുതൽ വലിയ പദ്ധതികൾ വരെ വൈകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ബംഗാളികളാണ് കൂടുതലും കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ വോട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിലവിൽ പണികളൊന്നും നടക്കുന്നില്ല. ഇത്തവണ എന്ന് പറഞ്ഞാൽ SIR ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് അവർക്കതൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. കേരളത്തിലൊന്നും അത്രയും പ്രശ്നമില്ല. ബംഗാളിൽ അവർ മറ്റേ കുടിയേറ്റത്തിൻ്റെ പ്രശ്നവും അതൊക്കെ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അവരെല്ലാം വോട്ട് ചെയ്തതിൽ അവരെ പുറത്താക്കുന്നുള്ള പേടി കാരണം അവർ വോട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലയും കുതിച്ചുയർന്നു. തൊഴിലാളി ക്ഷാമത്തിനൊപ്പം ഇതും നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയാണ്. മെറ്റീരിയൽസിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിനെല്ലാം ഇപ്പം വില കൂടി. സിമെൻറ്റിനൊരു 20 രൂപ കൂടി, അതുപോലെ കമ്പിക്ക് ഒരു 15 രൂപ 20 രൂപ അടുത്ത് കൂടി. അതുപോലെ തന്നെ ക്ലോസറ്റ്, പിന്നെ വയറിംഗ് സാധനങ്ങൾ, സാനിറ്ററി ഐറ്റംസ് എല്ലാത്തിനും വില കൂടി. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്ക് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടുക്കിയിലുണ്ടായിരുന്ന 30,000-ത്തോളം അതിഥി തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം നാട്ടിലേക്ക് മടങ്ങി. ഇവരുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി.